നിർണായകമായ നിമിഷങ്ങളിൽ പറ്റുന്ന നിസ്സാരമായ ഒരു തെറ്റുമതി വിജയത്തെ പരാജയമാക്കി മാറ്റാൻ. ഇതൊരു യുദ്ധതന്ത്രമാണ്. യുദ്ധ സമയങ്ങളിൽ ഒരു ചെറിയ തെറ്റുമതി വലിയ വിജയത്തെ പരാജയമാക്കി മാറ്റും. നമ്മുടെ തിരഞ്ഞെടുപ്പിലും എല്ലാ രാഷ്ട്രീയക്കാരും പ്രയോഗിക്കുന്ന തന്ത്രവും ഇത് തന്നെയാണ്. തെറ്റ് പറ്റാതിരിക്കുക, എങ്ങനെ വിജയം നേടിയെടുക്കാമെന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള നെട്ടോട്ടമാണ്. ഇപ്പോൾ യാത്രകളാണ്. ഈ യാത്രകൾ കൊണ്ട് സാധാരണ ജനത്തിന് എന്താണ് ഗുണം? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും ഈ തിരഞ്ഞെടുപ്പിൻ്റെ വിളംബര പ്രഖ്യാപനം തന്നെ യാത്രകളാണ്. ഈ യാത്രകൾ നമ്മുടെ നാട്ടിൽ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത്? സത്യത്തിൽ ഈ യാത്രകൾ കൊണ്ട് വലിയ മാറ്റം വരുത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഇതുകൊണ്ട് ഉണ്ടാകുന്നത് ഒരു 140 പേരെ സൃഷ്ടിക്കുക, അതിൽ നിന്ന് തൻ്റെ അംഗബലം ഒരു 70 നിന്ന് 75, 80 ആക്കുന്ന ഒരു പ്രയാണമാണ് ഈ യാത്ര. പക്ഷേ ഇപ്പോൾ നടത്തുന്ന ഈ യാത്രകൾ കാലഹരണപ്പെട്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ഉപയോഗവുമില്ലാത്ത യാത്രകൾ. കാരണം സാധാരണ ജോലിക്ക് പോകുന്ന ആൾക്കാർ അന്ന് ജോലി ഉപേക്ഷിച്ച് ഈ യാത്രയിൽ പ്രേക്ഷകനായി വന്നിരിക്കുന്നു. ഓരോ ജംഗ്ഷനുകളിലും സമ്മേളനങ്ങൾ, വലിയ വലിയ നിലവിളി ശബ്ദത്തിലുള്ള ബോക്സുകളുടെ ശബ്ദം, ഇത്ര ഡെസിബൽ ശബ്ദം മാത്രമേ പാടുള്ളുന്നുണ്ട്. അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മൈക്ക് അനൗൺസ്മെൻറ്റ്, അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കൊടിതോരണങ്ങൾ, ഫ്ലെക്സ് ബോർഡുകൾ പാടില്ല എന്ന് പറയുന്നു. ആ ഫ്ലെക്സ് ബോർഡുകൾ ഇങ്ങനെ മനുഷ്യനെ ഏതെല്ലാം തരത്തിൽ നമ്മുടെ നാട്ടിൻ്റെ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്തമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വീണ്ടും പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിടുന്ന തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ, അതുപോലെ തന്നെ മനുഷ്യന് കേൾക്കാൻ പറ്റാത്തത്ര ശബ്ദം, എല്ലാ ജംഗ്ഷനുകളിലും അനാവശ്യമായ പ്രചരണ ജാഥകൾ. ഇതുകൊണ്ട് സാധാരണ ജനത്തിന് എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്ന് വെച്ചാൽ ഒരു ഉപയോഗവുമില്ല. ഇതിൻ്റെ ലക്ഷ്യം താങ്കൾ പറഞ്ഞ പോലെ ഇത്രയേ ഉള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ 100 പേരെ, 70 പേര് മുതൽ 100 പേരോ 110 പേരോ സംഘടിപ്പിച്ച് അധികാരം പിടിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നെട്ടോട്ടമാണ്. ഈ നെട്ടോട്ടത്തിൽ സാധാരണ ജനങ്ങളുടെ സ്വൈരവികാരത്തിന് തടസ്സപ്പെടുത്തുന്നു എന്നല്ലാതെ ഈ യാത്രകൾ കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും വേണ്ടി സ്വന്തം കയ്യിലുണ്ടായിരുന്ന വളകളും അല്ലെങ്കിൽ സ്വന്തം ഉൽപ്പന്നങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ദേശീയോദ്ഗ്രഥനം നിലനിർത്തുകയും രാജ്യത്തിൻ്റെ അഖണ്ഡത നിലനിർത്തുവാനും വൈദേശിക ശക്തികളിൽ നിന്ന് രാജ്യം പിടിച്ചെടുക്കുവാനും മഹാരഥന്മാർ, നമ്മൾക്ക് മുന്നേ സഞ്ചരിച്ച മഹാരഥന്മാർ നേടിയെടുത്തതിന് ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് എന്താണ് റിസൾട്ട്? വളരെ വളരെ തമാശയായി ചിന്തിച്ചാൽ ഈ ജനങ്ങൾ നമ്മളെ സംരക്ഷിക്കപ്പെടും, നമുക്ക് പുതിയ വികസന മുഖങ്ങൾ കാഴ്ചവെക്കും, നമ്മുടെ ഭരണത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഈ യാത്രകളുടെ ഉപഭോക്താക്കൾ, ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഉൽപ്പന്നം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന വ്യക്തികൾ, സത്യത്തിൽ നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കണം. വളരെ അതിശയം തോന്നും. നമ്മുടെ പാക്കറ്റിൽ നിന്ന് ഈ സാധാരണക്കാരനായ അന്തിയോളം കഷ്ടപ്പെടുന്ന കർഷക തൊഴിലാളിയും സാധാ തൊഴിലാളികളും സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാർ കയ്യിൽ നിന്ന് ഒരു കമ്മിറ്റികൾ പിരിച്ചെടുക്കുന്ന പണം, ആ പണം കൊണ്ടിട്ടോ, പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു മഹാത്മാഗാന്ധിയെല്ലാം നടത്തിയ യാത്രകളിൽ വളരെ ലളിതമായ ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടു നോക്കണം, വളരെ മുന്തിയ സ്റ്റേജുകളും അതിൽ വളരെ ശീതീകരിച്ച സ്ഥലങ്ങളും ആ നേതാക്കന്മാരിരിക്കുന്നിടത്ത് ശീതീകരിച്ച സൗകര്യങ്ങളും അവരോളം വലിപ്പമുള്ള വലിയ ഹാരങ്ങളും ഇതെല്ലാം സാധാരണക്കാരൻ്റെ പൈസയിൽ നിന്ന് ഉണ്ടാക്കി ഈ 140 പേരിൽ 70 മുതൽ അങ്ങ് പറഞ്ഞതുപോലെ 100 പേരെ സൃഷ്ടിക്കുന്ന യാത്രകളാണ്. സത്യത്തിൽ ഇത് ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുള്ള യാത്രയായി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ യാത്രകളെ നമ്മൾ അടച്ചാക്ഷേപിക്കരുത്. ഇതുകൊണ്ട് ഗുണമുള്ള ചില ആൾക്കാരുണ്ട്. ആരൊക്കെയാണെന്നറിയോ? ഫ്ലെക്സ് പ്രിന്റ് ചെയ്യുന്ന ആൾക്കാർ, തീർച്ചയായും ഈ ചുവരെഴുത്തുകാർ, അതുപോലെ തന്നെ മൈക്ക് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ, പന്തൽ കെട്ടുന്ന ആൾക്കാർ, കസേര വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർ, ഈ ശീതീകരിച്ച നേതാക്കന്മാർക്ക് ഇരിക്കുന്ന വേദികളിൽ ശീതീകരിക്കുന്ന സംഭവങ്ങൾ, പോഡിയം, ഇങ്ങനെയുള്ള ബിസിനസ് നടക്കുന്നുണ്ട് അത്യാവശ്യം. പക്ഷേ ഇവർക്ക് കാശ് കിട്ടുന്നുണ്ടോ അതോ ഇത് സ്പോൺസർഷിപ്പ് ആണോ എന്നുള്ളത് അതിൻ്റെ പിന്നാമ്പുറം നമുക്കറിയില്ല. അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് ചില യാത്രകൾ. അതിനൊരു കോർഡിനേറ്ററോ ഒരു 10 പേരോ വല്ലോ അടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടാകും. അവർ യാതൊരു ജോലി ചെയ്യുന്നില്ല, ശീതീകരിച്ച വാഹനങ്ങളിൽ തലങ്ങും വിലങ്ങും ഓടുകയാണ് ഒരു ജില്ലയിൽ ഇത് ക്രോഡീകരിക്കുന്നതിന്. അവരുടെ കൈകളിൽ കൂടിയാണ് ഈ ഫണ്ട് ഒഴുകുന്നത്. അതുമാത്രമല്ല, വളരെ അതിൻ്റെ രസാവഹമായ അവസ്ഥ നമ്മുടെ ഈ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുവാനുള്ളത്, ഒരു വ്യവസായിയുടെ കയ്യിൽ നിന്ന് ഇവർ പിരിക്കുന്ന കാശുകൾക്കൊന്നും ഒരു ലിഖിതമായ ഒരു തുകയില്ല. ഒരു റെസീറ്റ് വെച്ചിട്ട് ഇപ്പോൾ നമ്മളൊരു ക്ഷേത്ര ഉത്സവങ്ങളിലോ ഇല്ലെങ്കിൽ ഒരു സംഘടനകൾ നടത്തുന്നതിനോ ഒക്കെ നിശ്ചിത തുക 10, 20, 50 എന്ന് പറയുന്നതല്ല. ആളിനെ മനസ്സിലാക്കി അവരിൽ നിന്ന് കിട്ടുന്ന ഒരു തുക, ആ തുകയുടെ ഒരു വിഹിതം മാറ്റിവെച്ചിട്ട് ബാക്കിയാണ് ചിലവഴിക്കപ്പെടുന്നത്. അത് ആർഭാടകരമായി
ഈ പിരിക്കുന്ന തുകയിൽ നിന്ന് അവിടെ ഏതെങ്കിലും ആ വന്നു നിൽക്കുന്ന സെലക്റ്റഡായി ചോദ്യങ്ങൾ ചോദിക്കാൻ ആദ്യമേ നിയോഗിക്കപ്പെട്ടവരല്ലാതെ ഒരു സാധാരണക്കാരന് എന്തെങ്കിലും ഒരു നേട്ടം ഈ യാത്ര കൊണ്ട് ഉണ്ടായിട്ടുള്ളതായിട്ട് അങ്ങേക്ക് തോന്നിയിട്ടുണ്ട്? അല്ല, ഈ യാത്രകളുടെ ലക്ഷ്യമെന്ന് അവർ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് നാട് നീളെ നടക്കുക, അല്ലെങ്കിൽ നാട് നീളെ യാത്ര പോവുക, അതെ അതെ ജനങ്ങളുടെ പൾസ് അറിയുക, അതെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, അതെ അതെ അടുത്ത് ഞങ്ങൾ എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് അവരോട് പറയുക. അതെ, ഇങ്ങനെ ഒരു സജ്ജീകരിച്ചെടുക്കുകയാണ്, ജനത്തിനെ സജ്ജീകരിച്ചെടുക്കുക. തീർച്ചയായും. തിരഞ്ഞെടുപ്പ് എത്തി എന്നറിയിക്കുന്നത്. ഇപ്പോൾ ഓണം വരുന്നതിന് മുമ്പ് വാവ് വരുന്ന പോലെ, അല്ലെങ്കിൽ ക്രിസ്മസിന് മുമ്പ് നമ്മൾ ചില സ്റ്റാറൊക്കെ വീട്ടിൽ തൂക്കുന്നത് പോലെ ഈ ഇലക്ഷന് മുമ്പുള്ള ഒരു പ്രചരണ ആയുധമാണ്. പ്രിയപ്പെട്ട ആൾക്കാരെ, നിങ്ങൾ തയ്യാറായിക്കോളൂ, ഞങ്ങൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്, ഇനി അടുത്ത തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ യാത്ര തുടങ്ങുന്നതോടുകൂടി ചർച്ചകൾ ആരംഭിക്കുകയാണ്. ആരൊക്കെയാണ് അവിടെ മത്സരിക്കേണ്ടത്, അതിനുള്ള പിടിവാശികൾ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഇതിൻ്റെ. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ യാത്രകൾ അവസാനിപ്പിക്കേണ്ട കാലമായില്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നവമാധ്യമങ്ങൾ ഇത്രമാത്രം ആധുനികതയിലേക്ക് സഞ്ചരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ഇതിനെല്ലാം വളരെ ചുരുക്കിക്കൊണ്ട് അവരുടെ ഉദ്ദേശശുദ്ധി ഈ നവമാധ്യമങ്ങൾ വഴി വെളിപ്പെടുത്തിയാലും ജനങ്ങൾ കേൾക്കുമല്ലോ. ഒരു നേതാവ് ഇത്ര ലക്ഷം രൂപ പിരിക്കുകയും ഇത്ര ആളുകളെ അവിടെ സംഘടിപ്പിക്കുകയും ചെയ്യണമെന്നുള്ള ഇത്ര ബസ്സുകൾ, അതാണ് ഇത്ര ബസ്സുകൾ, ഒരു ബസ്സിൽ 40. അതെ, ടാർഗറ്റ്. ഇപ്പൊ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ ആ ഒരു പ്രത്യേക സ്ഥലത്ത് തീർച്ചയായും 5000 പേര് വന്നു ഇരിക്കുക. തീർച്ചയായും താങ്കൾക്ക് ടെൻഷൻ വരും, താങ്കൾ വേറെ പാർട്ടിയാണ്. അതെ അതെ, നിങ്ങൾ 6000 പേര് ഉണ്ടാക്കാൻ ഈ 5000 പേരെയും 6000 പേരെ ഒരു ജംഗ്ഷനിൽ ഉണ്ടാക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കും? സാധാരണക്കാരന്റെ യാത്ര തടസ്സപ്പെടും. ഒന്ന്, കച്ചവടക്കാരുടെ കച്ചവടം കുറയും. അതെ, അവരുടെ കടയെല്ലാം പാർക്കിംഗ് സെന്ററുകളായിട്ട് മാറുന്നുണ്ട്. എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അതിന്റെ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ, എന്തുമാത്രം വേസ്റ്റുകൾ ഉണ്ടാക്കപ്പെടുന്നു. ഇത്രയും പേർക്ക് കൊടി, തോരണം, അതുപോലെ തന്നെ ഈ അവരുപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോവുക, ഇത് വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ വരിക. യഥാർത്ഥത്തിൽ ഈ യാത്ര കൊണ്ട് ഗുണം നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ. അങ്ങനെയോട് ഞാനൊന്ന് കേൾക്കാം. എനിക്ക് വളരെ കുറച്ച് കാലമായി എന്നെ അലട്ടുന്നൊരു സംശയമാണ്. ഈ ഗവൺമെന്റുകൾ, ഒരു ഗവൺമെന്റ് മാറി പുതിയൊരു ഗവൺമെന്റ് വരുമ്പോൾ ആദ്യത്തെ ഒരു വർഷവും അടുത്ത 2 വർഷവും അടുത്ത 3-ാമത്തെ വർഷവും 4-5 വർഷങ്ങളിലും നടക്കുന്നതിലൊരാകത്തുക എന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയുമോ? ഒരു സാധാരണ മനുഷ്യൻ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നു, അടുത്ത 5 വർഷത്തേക്കാണ്. ഇവിടെ 5 വർഷത്തേക്കാണ്, പല രാജ്യങ്ങളിലും 3 വർഷമൊക്കെ ഉള്ളൂ. 5 വർഷം സുരക്ഷിതമാണ്. ജയിച്ചു വരുന്നവർ 5 വർഷം സുരക്ഷിതമാണ്. 70-ൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയാൽ സുരക്ഷിതരാണ്. പിന്നെ 70 പേരും ജീവിച്ചിരിക്കാനും കൂടെ പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് 100 കിട്ടിയാലേ സേഫ് ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു 80-85 കിട്ടിയാലേ സേഫ് ആവുള്ളൂ. ആദ്യത്തെ ഒരു വർഷം സംഭവിക്കാൻ പോകുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇപ്പോൾ നിറവേറ്റാൻ കഴിയില്ല എന്ന് പറയും. കാരണം എന്താണ്? ആദ്യത്തെ ഒരു വർഷം പറയും ഞങ്ങൾക്ക് ഇപ്പോൾ നിറവേറ്റാൻ കഴിയില്ല, മറ്റവർ കട്ടുമുടിച്ചിട്ട് പോയി എന്നാ പറയുന്നത്. മുമ്പേ പോയി ഓൾറെഡി കംപ്ലീറ്റ് നശിപ്പിച്ചിട്ട് പോയി, ഇതിനകത്ത് ഒന്നുമില്ല, പൂച്ച പെറ്റ് കിടക്കുകയാണ്, ഒന്നുമില്ല, ഞങ്ങൾ ഇനി ഫണ്ട് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് ആദ്യത്തെ ഒരു വർഷം പോയി. പാവപ്പെട്ട ജനങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആദ്യത്തെ ഒരു വർഷം നിങ്ങൾക്ക് ഇനി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി 2-ാമത്തെ വർഷം ഇവർ തയ്യാറെടുപ്പുകൾ തുടങ്ങും. എനിക്ക് തോന്നുന്നു 2-ാമത്തെ വർഷം അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിലവിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വീട്ടുകരം, വെള്ളക്കരം, ഇലക്ട്രിസിറ്റി എല്ലാം ഇവർ ചെയ്ത ചെയ്തികൾക്കനുസൃതമായി ചെറുതായി ഒന്ന് വർദ്ധിപ്പിക്കും. ഫണ്ട് കൂട്ടാനുള്ള നടപടികൾ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അടുത്ത് ചോദിച്ച് കടം കൂടുതൽ വാങ്ങിക്കാനുള്ള നടപടികൾ. അപ്പോഴും സാധാരണക്കാരന്റെ പേരിലടക്കം കടങ്ങൾ വാങ്ങിച്ചു കൂട്ടുക മാത്രമാണ്. അപ്പോഴും കുറ്റം 1-ാമത്തവരെ, ഭരണം ഉപേക്ഷിച്ച് പോയ, ഇല്ല നഷ്ടപ്പെടുത്തിയവരെ, നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ചായിരിക്കും പറഞ്ഞുകൊണ്ടായിരിക്കും അവർക്കെതിരെ കുറിച്ച് ആരോപണങ്ങൾ. അങ്ങനെ 2-ാമത്തെ വർഷവും എല്ലാത്തിനും അത്യാവശ്യം വിലയൊക്കെ കൂട്ടി. അപ്പോൾ നമുക്ക് വില കുറയുമെന്ന് പറഞ്ഞ സ്ഥലത്ത് വില കൂടും. 2-ാമത്തെ വർഷം നമ്മൾ കുറച്ചുകൂടെ വില, അപ്പോഴും നമ്മൾ ആലോചിക്കും ഇനി നല്ലൊരു കാലം വരാനുണ്ട്, നമ്മൾ ആലോചിക്കും, അല്ലെങ്കിൽ നമ്മളെ വിശ്വസിപ്പിക്കും. 3-ാമത്തെ വർഷം കരിനിയമങ്ങൾ വരും. 3-ാമത്തെ വർഷം ആകുമ്പം ധവളപത്രം ഇറക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ട്രഷറി പൂട്ടേണ്ടി വരും, പല ഫണ്ടുകളും പിടിച്ചു വെക്കും, DA പിടിച്ചു വെക്കും, അങ്ങനെ പലത്. 4-ാമത്തെ വർഷം ആവുമ്പോൾ ഇവർക്കൊരു ബോധം വരും, ഉണർന്നു തുടങ്ങും. ഇനി കുറച്ചു കാലമല്ലേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങും. അന്ന് മുതൽ ഉദ്ഘാടനങ്ങൾ തുടങ്ങും. അതെ, സത്യം.